ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാപ്പുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നബീൽ പരക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഇരിട്ടിയിലാണ്. ഇരിട്ടിയുള്ള സാക് അക്കാദമിയിലാണുള്ളത്. ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് നമ്മുടെ പുൽക്കുടലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരുപാട് ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പുൽക്കുടലും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വിത്തൊക്കെ ഇവിടെ ഉണ്ട്. വിത്തുണ്ട്. ഇത് തിനയുടെ ചെടിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് നല്ലൊരു വെറൈറ്റി, ഞാൻ ഇന്നുവരെ കാണാത്ത സംഭവം. ഞാനത് നേരിട്ട് ചോദിച്ചത് ഒറിജിനലാണോ അതോ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പുല്ലുകളൊക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ വീട്ടിലെ പുല്ലൊക്കെ നമ്മൾ വൃത്തിയാടൊക്കെ ചാടുകയാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ കൃത്രിമ പുല്ലുകളൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാനിത് വിചാരിച്ചത് കൃത്രിമമാണോ അല്ല ഒറിജിനലാണോ ചോദിച്ചു പറഞ്ഞു. ഒറിജിനൽ തിനയുടെ ചെടിയാണ് അവിടേക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സാക് അക്കാദമി ചിത്രീകരിക്കുന്ന പോസ്റ്റാക്കോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ കുറേ സഹോദരിമാരുണ്ട്. സഹോദരന്മാരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരുന്നത്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യം ചോദിക്കുക, ലളിതമായിട്ടുള്ള സമ്മാനം കൊടുക്കുക, എല്ലാം ലളിതമാണ്. ചോദ്യം ലളിതമാണ്, സമ്മാനം ലളിതമാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തോടുകൂടി നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 4 സഹോദരിമാർ ഇവിടെ റെഡിയാണ്. നമുക്ക് പരിചയപ്പെടാം. പേര് അനുഷ്മ. സ്ഥലം എവിടെയാണ്? മാടത്തിൽ. മുകളിലാ? മാടത്തിൽ എടൂർ റൂട്ട് അങ്ങോട്ടേക്ക്. മാടത്തിന്റെ മുകളിലല്ല, മാടത്തിന്റെ സ്ഥലത്തിലാണ്. വലിയത് ഈ ഹൈറ്റുള്ള സ്ഥലമാണോ എങ്ങനെയാണ്? ഇറക്കമുള്ള സ്ഥലമാണോ അല്ലെ പാടം പോലുള്ള സ്ഥലമാണോ? നന്ദനയുടെ സ്ഥലം നീർവേലി. ആ, നീർക്കോലി എന്നൊരു പാമ്പിന്റെ പേര് നീർക്കോലി. ഇത് നീർവേലി അല്ലേ? നീർവേലി ടൗൺ തന്നെയാണോ ജംഗ്ഷനിലാണോ? ടൗൺ തന്നെ. കാവ്യയുടെ സ്ഥലം തില്ലങ്കേരി. ഓക്കെ. ശ്രീയ ഇവിടെ സ്ഥലം കാക്കയങ്ങാട്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എന്തിനാ അതിനെ കൊണ്ടുള്ള ഗുണം എന്താ? ഗുണം എന്താണെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് നമുക്കൊരു ജോബ് വേണം. അപ്പോൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം മാനേജ്മെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ പരമായ നോളജും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തിനെ നേരിടാൻ പവറുള്ള ഒരു എംപ്ലോയി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എവിടെ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നല്ല കമ്പനിയിലെല്ലാം വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഓരോ ഓഫീസിൽ നല്ല ഇതായിട്ട് നിൽക്കാം. ഓക്കെ, നല്ല കമ്പനി. ഈ നല്ല കമ്പനി എന്ന് പറയുന്നത് സ്വദേശത്താണോ വിദേശത്താണോ ഉദ്ദേശിക്കുന്നത്? പുറത്തേക്ക് തന്നെയാണ്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് പുറത്താണോ നാഷണൽ പുറത്താണോ? എങ്ങനെ? എവിടെ? ദുബായ്. ഓക്കെ. നിങ്ങൾ എവിടത്തേക്ക് വർക്കാണ് പരിപാടി? ദുബായിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാണ് അല്ലേ? കസിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത് പറഞ്ഞത്? കസിനാണ്. അപ്പൊ എന്തായാലും നല്ല ഒരു വ്യക്തിയായിട്ട്, നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്നാണ് നമ്മുടെ 4 സഹോദരിമാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഇത്ര വയസ്സ് ആവണമെന്നുണ്ടോ? ഏത് വയസ്സുള്ളവർക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാം? 60-70 വയസ്സ് എന്നെ പോലുള്ള 60-70 വയസ്സുള്ളവർക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, കുട്ടിയുള്ളവരുണ്ട്, ഇപ്പൊ +2 കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞ എല്ലാവർക്കും ഈ കോഴ്സ് പഠിക്കാം. മിനിമം എത്ര വയസ്സ് വേണം? മിനിമം ഒരു 40-50 വരെ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, മാക്സിമം പ്രശ്നമുണ്ട്. മിനിമം എന്തായാലും 10th ആണ് നമ്മുടെ മെയിൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ക്യാമറമാൻ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് പാസ്സാകണം, എന്നാലേ ഈ കോഴ്സ് പഠിക്കാൻ കൂടി പറ്റുള്ളൂ. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമാണ്. അതായത് നമ്മൾ പറഞ്ഞു വയസ്സ് നമുക്ക് ഒരു 14 മുതൽ നമുക്ക് മുകളിലേക്ക് എത്ര വയസ്സ് വരെ നമുക്കിത് പഠിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ചെറിയ ചോദ്യമാണ്. പലരും കൊണ്ട് നടക്കുന്ന വയസ്സ് ഏതാണ്? പലരും കൊണ്ട് നടക്കുന്ന വയസ്സ് ഐഡിയ. അങ്ങനെ നമ്മുടെ ഈ 4 സഹോദരിമാർക്ക് കിട്ടിയില്ല. നമ്മൾ അടുത്ത ടീമിനായിട്ട് പോവാണ്. അപ്പം അടുത്ത ടീം നമ്മൾ പരിചയപ്പെടുന്ന ഒരു 4 ടീമുണ്ട്. ഈ 4 ടീമിനും ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എല്ലാവരും കൂടി നിർത്തിയിട്ട് ഞാനൊരു ക്ലൂ തരും. അതിലൂടെ സമ്മാനം ആദ്യം ഒരാൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ചോദ്യം വേറെ പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരിട്ടിയുള്ള സാക് അക്കാദമി എന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടീം വാ. ഡിസംബർ മാസമാണ്, ഓൾറെഡി നല്ല തണുപ്പാണ് രാവിലെയൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾ സാക് അക്കാദമിയുടെ നമ്മുടെ ഒരു എൻട്രൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ
ഭയങ്കര ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റടിക്കുക. ഏതാണ്ട് ഊട്ടി കൊടൈക്കനാലൊക്കെ നമ്മൾ പോയിരിക്കുന്ന സമയത്തുള്ള ഒരു ഫീലാണ്. ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത്. ഒരു കമ്പിളി പുതപ്പ് കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമായേനെ അല്ലേ? ഓക്കെ, ഒന്ന് പരിചയപ്പെടാം. പേര് അജൻ ദേവ്. എവിടെയാ സ്ഥലം? തില്ലങ്കേരി. ഓക്കെ, പേര് അമൽ. എവിടെയാ? മാടത്തില്ല. നേരത്തെ ഒരു മാടത്തിലെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിന് തില്ലങ്കേരിയിലുള്ള ഒരു സഹോദരി നേരത്തെ പരിചയപ്പെട്ടു. നിങ്ങളുടെ പേര്? അജ്മൽ. എവിടെയാ? മട്ടന്നൂർ. കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ടിനടുത്താണ്. ഏത് ഏരിയ വരും? 19 കളർ റോഡ്. ഓക്കെ, അതിൻ്റെ അടുത്തല്ലേ? ഓക്കെ, പേര്? ആഷിഖ്. സ്ഥലം? കാക്കയങ്ങാട്. നമ്മൾ ഇവിടുന്ന് ഇരിട്ടിക്കുന്ന എത്ര ദൂരം ഉണ്ട് ടൗണിൽ നിന്ന്? 10 കിലോമീറ്റർ ഉണ്ട്. കാക്കയങ്ങാട് ഉണ്ടാവും? അറിയില്ല. ശരി. അപ്പൊ നിങ്ങൾ പിന്നെ ബസ് പാസിലാണോ വരുന്നത് അല്ലാണ്ട് ഫുൾ ടിക്കറ്റ് കൊടുത്തിട്ടാണോ വരുന്നത്? ഫുൾ ടിക്കറ്റ് ആണ്. നമ്മൾ പാസിലാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ കോളേജ് ടു നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്തും ചെന്നെത്തുന്ന സ്ഥലം ഡ്യൂറേഷൻ നമ്മൾ പാസ് കാണിക്കൂലേ? ഇത്ര കിലോമീറ്റർ കാണിക്കും. അപ്പോൾ പാസ് അല്ലാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലായത് അല്ലേ? ഏത് കോഴ്സാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്? എല്ലാവരും ഒരേ കോഴ്സാണ്? മൾട്ടിമീഡിയ. ഈ മൾട്ടിമീഡിയ കോഴ്സ് പഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? നമ്മളെ സ്കില്ല് വർദ്ധിപ്പിക്കാം, നമ്മളെ പാഷൻ. പിന്നെന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര വർഷം കോഴ്സ് ആയത്? മാസമാണ് വർഷമാണ്? ഒരു വർഷത്തെ കോഴ്സ്. ഇപ്പൊ എത്ര മാസമായി പഠിച്ചിട്ട്? 6 മാസം. പകുതിയായി. ഈ പകുതി പിന്നെ 6 മാസം ആകുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് മൾട്ടിമീഡിയ കോഴ്സ് ഒക്കെ? എങ്ങനെയുണ്ട്? സ്കോപ്പ് എവിടെയാണ്? എല്ലായിടത്തും സ്കോപ്പ് ഉണ്ട്. നാട്ടിലും സ്കോപ്പ് ഉണ്ട്. എല്ലാവരും ഒന്ന് പുറത്ത് മാത്രം പോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ശരിയല്ല. അതാ പുറത്തും പോയിട്ട് എല്ലാ എക്സ്പീരിയൻസും കാരണം നമ്മള് ജനിച്ച സമയം മുതൽ നമ്മൾ ഇത്രയും വർഷം നമ്മൾ നാട്ടിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ പുറത്തുകൂടി പോയി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് ശേഖരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്തായാലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന തലമുറയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നല്ല കാര്യം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതേ കാര്യം ചോദിക്കാനുള്ളൂ. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വയസ്സ് ഒരു പ്രശ്നമാണോ? ഈ ഒരു കോഴ്സ് പഠിക്കാൻ വയസ്സ് വെച്ചാൽ ഒരു 40-50 വരെ മാക്സിമം. അതിന്റെ അപ്പുറം വയസ്സുള്ള ആൾ ഈ കോഴ്സ് പഠിക്കാതിരിക്കുന്ന നല്ലത്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് കുറച്ച് കാരണം അതായത് ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇച്ചിരി ബ്രെയിനൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അതായത് നമുക്ക് ഡാമേജ് ഒന്നുമില്ല, അതിൻ്റെ ബലഹീനത നമ്മുടെ നാഡീചർമ്മങ്ങൾക്ക് സംഭവിക്കുന്ന പോലെ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തുള്ള കോഴ്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു 40 മാക്സിമം അല്ലേ അത്ര വരും. അപ്പം യുവത്വം തുളുമ്പുമ്പോഴാണ് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഓക്കെ, താങ്ക് യു. ചെറിയ ചോദ്യം, പല ആളുകളും കൊണ്ട് നടക്കുന്ന വയസ്സേതാണ്? പല ആളുകളും കൊണ്ട് നടക്കുന്ന വയസ്സാ. ചില ഘട്ടങ്ങളിൽ നിങ്ങളും കൊണ്ട് നടക്കുന്നുണ്ടാവും. ഒരു ക്ലൂ നിങ്ങളും ചിലപ്പോ കൊണ്ട് നടത്തിയിട്ടുണ്ടാവും. വയസ്സോ 18 18 അല്ല. ഓക്കെ, ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. കൊണ്ട് നടക്കുന്ന വയസ്സ്. അപ്പം ഇവർക്കും കൂടി നമ്മളെ അവരുടെ പെൻഡിങ്ങിൽ വെക്കുകയാണ്. അടുത്ത ടീമോട് നമ്മൾ ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആരും പറഞ്ഞില്ലെങ്കിൽ വലിയൊരു ക്ലൂ തന്നിട്ട് നിങ്ങൾ ഒരാൾക്ക് സമ്മാനം തരും. ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത 3ാമത്തെ ടീമാണ്. പരിചയപ്പെടാം. പേരെന്താ? നിത്യ. സ്ഥലം? പഴശ്ശി. ഡാമിലേക്ക് പോകുന്ന വഴിക്ക്. ഓക്കെ, ഈ ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ടൈം ഏതാ? വൈകിട്ട്. എത്ര മണിക്കാ? അറിയില്ല. കാരണം കോളേജ് വിട്ട് വീട്ടിൽ എത്തുന്ന സമയം ഇത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ടൈം കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നിങ്ങളുടെ ഈ സ്ഥലം ഡാമിന്റെ അടുത്താണോ? ആണ്. 5:30 മണിക്ക് എത്ര സെന്റിമീറ്റർ ഉയർത്തും? ഈ നമ്മള് മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ഡാമിലെ കപ്പാസിറ്റി അതിൽ വെള്ളം കൂടുമ്പോഴാണ് ഇച്ചിരി ചിലപ്പോൾ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മൾ ഇതിന്റെ ഡാമിന്റെ ഷട്ടർ തുറക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഴശ്ശി ഡാമിന്റെ ഷട്ടർ എത്ര ഇഞ്ച് തുറക്കും വൈകിട്ട്? അറിയില്ല. അല്ല, എനിക്കറിയാത്തോണ്ട് നിങ്ങൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റുമെങ്കിൽ മറ്റോട് പറയാൻ വേണ്ടിയാ. ഓക്കെ, പിന്നെ സ്ഥലം എവിടെ പറഞ്ഞ? വെളിയം. ഇവിടെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? എന്നുവെച്ചാൽ അതിന്റെ പ്രത്യേകത എന്താ? വിവരാവകാശ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം.
ഓക്കെ യെസ് പേര് രേഷ്മ എവിടെ സ്ഥലം എടക്കാരൻ എടക്കാനം അതെവിടെയാ ഈ എടക്കാൻ എന്ന് പറഞ്ഞ ഏത് സ്ഥലത്തിന്റെ ഇടയിലാ ഇരിട്ടിയും ഇരുട്ടിയും അണ്ടിക്കമ്പി എന്ന് പറഞ്ഞ അണ്ടിക്കമ്പി എന്ന് പറഞ്ഞ ആ. അവിടെ ഈ രണ്ടിന്റെ ഇടക്കാണ് എടക്കാൻ ശരി ഒരു പേര് ആദിത്യ ആദിത്യ എവിടെ കാവുമ്പടി ആദിത്യ ബിർള ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഇല്ല വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് ഒക്കെ ഇല്ല ഇവിടെ സ്ഥലം എവിടെയാണ് കാവുമ്പടി കാവും കാവുമ്പടി കാവും പടി ആ പടിയാണ് ചവിട്ടുപടി അതെ കാവുമ്പടി ക്ഷേത്രം ഉണ്ടോ അവിടെ ഉണ്ട് ആ ക്ഷേത്രത്തിന്റെ പേരെന്താ വേട്ടക്കൊരു മകൻ വേട്ടക്കൊരു മകൻ കാവാണോ ക്ഷേത്രമാണോ കാവ് കാവ് ആ കാവിന്റെ സംഭവമായിട്ടുള്ള സ്ഥലത്തിന്റെ പേര് ഇങ്ങനെയാണോ ആ. ആയിരിക്കും ഓക്കേ. പേര് ഫാത്തിമത്തു സഫ ഫാത്തിമുൽ ഫാത്തിമത്ത് സഫ ഫാത്തിമത്ത് സഫ എവിടെ സ്ഥലം വെളിയമ്പ്രത്ത് വെളിയമ്പറന്ന് ഇവിടെ അടുത്തടുത്താണോ അടുത്ത് കുറച്ച് വീട് കാണുമല്ലോ നോക്കിയാല് ഇല്ല ഒരുമിച്ച് ആണ് പോകും വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വന്നിട്ടാ പരിചയപ്പെട്ടെ ഇവിടെ വന്നിട്ടാണ് നാട്ടിൽ ഇങ്ങനെ രണ്ടുപേരുള്ള കാര്യം പരിചയപ്പെട്ടത് അല്ലേ അവർ നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ഫ്രണ്ട്സ് അപ്പം ഇവര് പഠിക്കുന്ന കോഴ്സിന്റെ പേര് എന്തായിരുന്നു ഡാപ്സ് എന്ന് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഈ അക്ഷയ കേന്ദ്രം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അതായത് സാധാരണക്കാരൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളാണ് അക്ഷയ കേന്ദ്രം പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയാണ് ഇതിന്റെ പിന്നെ കോഴ്സിന്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്? 8 മാസമാണ്. ഇപ്പൊ എത്ര പഠിച്ചു കഴിഞ്ഞു? 6 മാസം പഠിച്ചു. 2 മാസം കൂടി കഴിഞ്ഞാൽ ജോലിക്ക് പോവാം. ഇപ്പൊ വന്നിട്ടുള്ളൂ. നിങ്ങളിപ്പോ വന്നിട്ടേ ഉള്ളൂ? ഇപ്പൊ 2 മാസം. നിങ്ങൾ എത്രയും ഞാൻ PGDC ആ ബി ജി ഡിസൈൻ്റെ പറ്റി എന്താ? അത് ടീച്ചർ ഫീൽഡ് ഒക്കെ ടീച്ചർ ഫീൽഡാണ്. വരുന്നത് ടീച്ചറാണോ? ടീച്ചർ അല്ല അതിന്റെ ഒരു പാർട്ട്. ഓക്കെ, നിങ്ങളുടെ ഇതേ കോഴ്സാണോ? അതെ ശരി. അപ്പം ചെറിയ ചോദ്യം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ DCA, ഈ DCA എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ വേണ്ടി വയസ്സിന്റെ മാനദണ്ഡം ഉണ്ടോ? ഇത്ര വയസ്സിലെ പഠിക്കാൻ പറ്റൂ, ഇത്ര വയസ്സ് വരെ പഠിക്കാൻ പറ്റൂ, അങ്ങനെ ഒന്നും ടീച്ചറുടെ സംഭവം പഠിക്കുമ്പോൾ PGDC കോഴ്സ് ഡിഗ്രി അവർക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റും. ഈ SSLC തോറ്റവർക്ക് പഠിക്കാൻ പറ്റിയ വല്ല കോഴ്സുണ്ട്? ഇവിടെയാ ഇവിടെയാ ഇവിടെ ഈ ഞാൻ പല സ്ഥലത്തും പോയിട്ട് ചോദിക്കുകയാണ് SSLC തോറ്റവർക്ക് എന്തെങ്കിലും കോഴ്സ് പഠിക്കാനുള്ള അവസരം ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ പോയിട്ട് ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ, ശരി. പാട്ട് പാടും ആരെങ്കിലും? പാടും? രണ്ടുപേര് ചെറുതായിട്ട് പാടില്ല. ശരി, രണ്ടുപേര് പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലൂ കൊടുക്കുമ്പോൾ നമുക്ക് ആരെയും കൂടെ പാടിക്കാം. ചെറിയ ചോദ്യം, അതായത് വയസ്സ് നമുക്കറിയാം 18 വയസ്സ് പൂർത്തിയായാലേ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് SSLC അതുപോലെ നമ്മുടെ പിന്നെ എന്താ പറയുക, അങ്ങനെ ഓരോ നമുക്ക് പിന്നെ വയസ്സിന് ഓരോ പ്രത്യേകതയുണ്ട്. ഇത്ര വയസ്സിൽ റിട്ടയർഡ് ആവണം, ഇത്ര വയസ്സിൽ എന്താ പറയുക ചേരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ചോദ്യമാണ്, ചില ആളുകൾ ചില ഘട്ടങ്ങളിൽ ചില അവസരത്തിൽ കൊണ്ട് നടക്കുന്ന വയസ്സേതാണ്? അപ്പം മൂന്നാമത്തെ ടീമും നമ്മുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ലാസ്റ്റാണ് നമ്മൾ ക്ലൂ കൊടുക്കുക. അപ്പം അടുത്ത ടീമിനെ കൂടി നോക്കാം. ഞാൻ പ്രാർത്ഥിക്കണം അടുത്ത ടീമിന് ഇതിൻ്റെ ഉത്തരം കിട്ടട്ടെ എന്ന്, കാരണം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് സി. ഓക്കെ, സാക് അക്കാഡമി നമ്മുടെ ഇരിട്ടിയിലാണ്. അപ്പം ഞാൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ടീമാണ്. ഈ ടീമിലും ഇത് 6 പേരുണ്ട്. നേരത്തെ നമ്മൾ 4 പേരാണ് ഒരു ടീമിലുണ്ട്, ഇത് 6 പേരുണ്ട്. അപ്പോൾ ഇച്ചിരി നമുക്ക് ആലോചിക്കാനുള്ള ടൈം കൂടി കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ ആരെങ്കിലും ഉത്തരം പറയാമോ? നമുക്ക് നോക്കാം. പേര്? അജ്മൽ. എവിടെ സ്ഥലം? ആർണം ചെടിക്കുളം. ഏത് ചെടി? എല്ലാ ചെടിയും ഉണ്ട്. ശരിക്കും അങ്ങനെ ചെടിയും കുളവും ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ? അങ്ങനൊന്നുമില്ല, പണ്ട് മുതലേ ഞാൻ എങ്ങനെയാ. ശരി, പേര്? ഇജാസ്. എവിടെ സ്ഥലം? ചെടിക്കുളം തന്നെ. ചെടിക്കുളം തന്നെയാണോ? അടുത്തടുത്താണോ? അടുത്ത്. അല്ല, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണോ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള ബാല്യകാല സുഹൃത്തുക്കളാണ്? അതെ. ഓക്കെ, പേര്? നിഹിത. എവിടെ സ്ഥലം? അങ്ങാടിക്കടവ്. അങ്ങാടിക്കടവ്. അതെവിടെയാ? അങ്ങാടിക്കടവ്. ഈ അങ്ങാടി എവിടെയാ? ഏതങ്ങാടിയാ? നമ്മുടെ ഈ പട്ടണത്തിനാണ് നമ്മൾ പണ്ട് അങ്ങാടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇത് ചെറിയൊരു ഗ്രാമം. ഷഹാന. എവിടെയാ? നുച്ചിയാട്. ഉളിക്കൽ നുച്ചിയാട്. ഉളിക്കൽ ഉച്ചയാട്. നുച്ചിയാട്. ഉച്ചാന്നാണോ? NU നുച്ചയാട്. ഓക്കെ, ഇവിടെ സ്ഥലം 21 മൈല്. എവിടെ നിന്ന് അളന്നാലാണ് 21 മൈലിലേക്ക് 21 മൈലാകും? എവിടെ തൊട്ടിട്ട്? ഇരുട്ടിന്ന് 21 മൈലാകുമ്പോഴത്തേക്കാണോ അല്ലെങ്കിൽ എവിടുന്നാ? അറിയില്ല. ശരി, ഇവിടെ പേര്? ഉമൈസ. സ്ഥലം? വലിയമ്പ്ര. വലിയ സ്ഥലമാണ് വലിയമ്പ്ര അല്ലേ? ഓക്കെ. അതായത് നമ്മള് ചിലപ്പോൾ 18-ാം മൈല്, 6-ാം മൈല്, 7-ാം മൈൽ എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരു ടൗണിൽ നിന്ന്
ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴായിരിക്കും 16-ാം മൈൽ 15-ാം മൈൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ടാരം പാടുമോ? അല്ല, ഈ കോട്ടിട്ടുകൊണ്ടൊരു പാട്ട് പാടുന്ന കുഴപ്പമൊന്നുമില്ല. ഈ കോട്ടിടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീൽ എന്താണ്? എന്നോട് ചോദിച്ചോ? വേറെ അല്ല, ഇപ്പൊ ഒരു സംഭവം ഉണ്ട്. കാരണം അങ്ങനെ തണുപ്പ് അങ്ങനെ ഏശൂല അല്ലേ? ഇവിടെ കമ്പനി പോകുന്നതിന്റെ ആവശ്യമില്ല കോട്ട് ഉണ്ടാവുമ്പോൾ. അല്ലാതെ നമുക്ക് കോട്ട് ഇടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫീൽ എന്താണ്? വേറെ ഒരു കംഫർട്ട്, നമ്മളൊരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ചട്ടക്കൂടെ ഉണ്ടായതുകൊണ്ട് അല്ലേ? അതാണ് പ്രൊഫഷണൽ ആയ പോലെ ആൾക്കാരെ കാണുമ്പോൾ അല്ലേ? ഞാനും ഇനി മുതൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു കോട്ടും കൂടി ഇട്ടിട്ട് പോയാലെന്ന് ആഗ്രഹിക്കുകയാണ്. റെഡി? അപ്പം എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ഏത് കോഴ്സ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓക്കെ, റെഡി. അപ്പം ചെറിയ ചോദ്യമാണേ, സിമ്പിൾ. പറഞ്ഞു, ഓരോ കോഴ്സിനും അതിൻ്റെതായ പിന്നെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിൻ്റെതായിട്ടുള്ള ടൈം പിന്നെ കപ്പാസിറ്റി ഉണ്ട്. 2 വർഷം 3 വർഷം 6 മാസമൊക്കെ ഉണ്ട്. വയസ്സ് അഥവാ പ്രായം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാലൊന്നും പിന്നെ എന്താ പറയുക അങ്ങനെ പഠിക്കാൻ സംഭവം പറ്റത്തില്ല. എൻ്റെ ചോദ്യം ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, ആ രീതിയിൽ മാത്രം ചിന്തിക്കുക, ജനറൽ നോളജ് അല്ല. ഓക്കെ, ചില ആളുകൾ ചില സന്ദർഭത്തിൽ കൊണ്ടു നടക്കുന്ന വയസ്സ് ഏത്? മാരേജ് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്, സർവ്വതും കഴിഞ്ഞ്. അതല്ല, അല്ല, മാരേജ് അല്ല, ആയുസല്ല, കൊണ്ടു നടക്കും. പല ആൾക്കാരെ കൊണ്ടു നടക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇല്ല, കിട്ടിയില്ല. അപ്പം ബാ, നമ്മള് നേരത്തെ ചോദിച്ച ടീം വന്നേ, ബാ ഒരു ക്ലൂ. നേരത്തെ പരിചയപ്പെട്ട ടീം കൊടുത്ത് നമ്മുടെ ഇവിടുന്ന് പരിചയപ്പെട്ട ടീം ബാ ബാ ബാ. ഇരിട്ടി ബസ് സ്റ്റാൻഡ് അടുത്തുള്ള നമ്മുടെ സാക്ക് അക്കാദമിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ഓണത്തിന് മാവേലിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ മാവേലില്ലാതെ നമ്മൾ വന്നിരിക്കുകയാണ് ഇവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യമായിരുന്നു വയസ്സ് അഥവാ പ്രായം. അതിന് വോട്ട് ചെയ്യാൻ നമുക്ക് 18 വയസ്സ് പൂർത്തിയാവണം. കല്യാണം കഴിക്കാൻ അതിലൊരു ടൈമുണ്ട്. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അതിൻ്റെ അകത്ത് റിട്ടയർഡ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ വാങ്ങണമെങ്കിൽ അതിനൊരു പ്രായപരിധിയുണ്ട്. ഇതൊക്കെ നമ്മൾ ജനറലായിട്ടുള്ള സംഭവമാണ്. അപ്പം ഒറ്റ കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എൻ്റെ ചോദ്യം വളരെ വഴിതെറ്റിയ ചോദ്യമാണ്. അപ്പം നിങ്ങൾ നേർ വഴിക്ക് ചിന്തിക്കരുത്. ഓക്കെ, വേറെ ഏതെങ്കിലും വഴിക്ക് ചിന്തിച്ചാലേ ഇതിൻ്റെ ഉത്തരം കിട്ടത്തുള്ളൂ. ചോദ്യമാണ്, ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ കൊണ്ടു നടക്കുന്ന വയസ്സ് അഥവാ പ്രായം ഏതാണ്? നിങ്ങൾ പറഞ്ഞു വിദേശത്ത് ജോലിക്കൊക്കെ പോകണമെന്നുള്ള കാര്യം. ഈ വിദേശത്തേക്കാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ വയസ്സ് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഏതെങ്കിലും കിട്ടിയാ ഇങ്ങോട്ട് വാ. എവിടെയാ പോകുന്നത്? അല്ല, അങ്ങനെ ഏജ് ഉണ്ടല്ലോ, വയസ്സ് കൊണ്ടു നടക്കുന്ന എപ്പോഴെങ്കിലും കൊണ്ടു നടത്തിട്ടുണ്ടോ? എവിടെയും പോയില്ല. ഇന്ന് വരെ ഇല്ല, ഒന്നിടത്ത് കൊണ്ടിട്ടില്ല. ഇല്ല, എവിടെയും പോയിട്ടില്ല. എപ്പോഴത്തെ കൊണ്ടുവന്നേ? ഇനി എവിടെയും പോകണ്ടേ? കറക്റ്റ് ആൻസർ ലഗേജ് ആണ്. ലഗേജ്. ഓക്കെ, ഇപ്പൊ നമ്മള് വിദേശത്തായി കഴിഞ്ഞാൽ നമ്മളിവിടെ ടൂർ പോകുമ്പോഴായി കഴിഞ്ഞാലും പല സ്ഥലത്തേക്ക് നമ്മുടെ സാമഗ്രികളൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ബാഗ് നമ്മൾ ലഗേജ് എന്ന് പറയാം. ലഗേജ് നമ്മൾ തലയിൽ വെച്ച് പോകുന്ന ആളുണ്ട്, ചുമലിൽ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്, കയ്യിൽ ഉറ്റി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉത്തരം ലഗേജ് ആണ്. ലഗേജ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ഉണ്ട്. ഏജ് മീൻ വയസ്സ്. ഞാനത് ഇംഗ്ലീഷ് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പലരും കൊണ്ടു നടക്കുന്ന ഏജ് ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ഏജ് ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വഴി തിരിച്ച് വിട്ട് പല സ്ഥലത്തെത്തി. എന്നിരുന്നാലും ഇദ്ദേഹത്തിനാണ് ലഗേജ് എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പം ജോലി എവിടെ ചെയ്യാനാണ് ആഗ്രഹം? പുറത്തെവിടെയെങ്കിലും? ഇവിടെ പുറത്ത് എവിടത്തേക്ക് ഉദ്ദേശം? ദുബായ്. എല്ലാവരും ദുബായിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പം എന്തായാലും ദുബായിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വകയായിട്ട് ആ ലഗേജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു സമ്മാനം കൊടുക്കുകയാണ്. യെസ്, ഈ ഒരു സമ്മാനത്തിന് പ്രത്യേകിച്ചാൽ ഈ കോളേജിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സമ്മാനം. ഒരേ നേരമല്ല, പല സന്ദർഭങ്ങളായിട്ട്. പിന്നെ ഒരുപാട് വർഷം സൂക്ഷിച്ചുപയോഗിച്ചാൽ ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ കണ്ണൂരിലുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നൊരു സ്നേഹ സമ്മാനം. റേഡൻസ് ENT ഹോസ്പിറ്റൽ നൽകുന്ന മറ്റൊരു സമ്മാനം. ഇപ്പോൾ നല്ല ക്ലാപ്പ് കൊടുത്തേ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, മനസ്സിലായല്ല? കല്യാണം എന്താ ഇങ്ങനെ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. കല്യാണം എന്ന് പറഞ്ഞ ആരും ഉണ്ടായിരുന്നില്ല ഈ കൂട്ടത്തിൽ. സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പിന്നെ ലൈഫിൽ നല്ല ജോലി കിട്ടിയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക. എപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.